നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം നിരവധി കുട്ടികൾ നഴ്സിംഗ് രംഗത്തേക്ക് വരാൻ, പ്രത്യേകിച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികളെല്ലാം തന്നെ മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ്. അപ്പോൾ ജനറൽ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം BSc നഴ്സിംഗ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് പോസ്റ്റ് ബേസിക് നഴ്സിംഗ്. അപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അത് ട്രിവാൻഡ്രത്തും എറണാകുളത്തും മാത്രമായിരിക്കും. അപ്പോൾ ട്രിവാൻഡ്രം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ കീഴിൽ 30 സീറ്റുകളും എറണാകുളം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ കീഴിൽ 40 സീറ്റുകൾ, അങ്ങനെ ടോട്ടൽ ആയിട്ടുള്ള 70 സീറ്റുകളിലേക്കാണ് ഗവൺമെന്റ് അലോട്ട്മെന്റ് വഴി നമുക്ക് അഡ്മിഷൻസ് ലഭിക്കുക. ഇതുകൂടാതെ നിരവധിയായിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിലുള്ള കോളേജുകളും അവൈലബിൾ ആണ്. പക്ഷേ എങ്കിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റൈഫൻഡോടുകൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ്. ഇവിടെ ട്യൂഷൻ ഫീസ് എന്ന നിലയിൽ ഏകദേശം 23,000 രൂപയാണ് ട്യൂഷൻ ഫീസ് നൽകേണ്ടതായിട്ട് വരിക. 25,000 രൂപയോളം സ്പെഷ്യൽ ഫീസും, ഏകദേശം 50,000 രൂപയാണ് പെർ ഇയർ നിങ്ങൾ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരിക. ഇതുകൂടാതെ ഏകദേശം 17,000 രൂപ സ്റ്റൈഫൻഡോടുകൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഈ 70 സീറ്റുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50% ജനറൽ മെറിറ്റ് അടിസ്ഥാനത്തിലും ബാക്കിയുള്ളവ റിസർവേഷൻ അടിസ്ഥാനത്തിലുമായിരിക്കും അത് ഫില്ല് ചെയ്യപ്പെടുക. ഇവിടെ നമ്മൾ എൻട്രൻസ് എക്സാംസ് മുഖേനയാണ് നടത്തപ്പെടുക. അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് LBS സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ LBSൽ കൂടെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് സമർപ്പിച്ചതിന് ശേഷം നമുക്കൊരു എൻട്രൻസ് എക്സാംസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ സാധാരണയായിട്ട് ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട് അങ്ങനെ 3 മെഡിക്കൽ കോളേജുകൾ അനുബന്ധിച്ചിട്ടായിരിക്കും എക്സാം സെന്ററുകൾ ഉണ്ടാവുക. അപ്പോൾ എൻട്രൻസ് എക്സാംസിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോസ്റ്റ് ബേസിക് നഴ്സിംഗിലേക്ക് ഗവൺമെന്റിലേക്ക് ആയിക്കോട്ടെ LBS വഴിയോട്ടുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്കുള്ള സീറ്റുകളിലേക്കും അഡ്മിഷൻസ് ലഭിക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഏകദേശം 90 മിനിറ്റിന്റെ എക്സാംസ് ആണ്, 1.5 മണിക്കൂറിന്റെ എക്സാംസ് ആയിരിക്കും നടത്തപ്പെടുക. 100 MCQ ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ കണ്ടക്ട് ചെയ്യപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അതിന്റെ സിലബസ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതിന്റെ ബ്ലൂ പ്രിന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരിക. ഇത് കൂടാതെ തന്നെ ഇതിന്റെ മാർക്ക് അടിസ്ഥാനത്തിൽ അടുത്തുള്ള ഇന്റർവ്യൂ പ്രോസസ്സ്, കാര്യങ്ങൾ, അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ വരുന്ന 70 സീറ്റുകൾ ഗവൺമെന്റ് തലത്തിലും ബാക്കി വരുന്ന ഏകദേശം കോളേജുകളൊക്കെ ആയിട്ട് ഏകദേശം 200ഓളം സീറ്റുകളാണ് കേരളത്തിൽ ഉണ്ടാവുക. മിക്കവാറും വരുന്ന കോളേജുകളൊക്കെ കോഴ്സുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. കാരണം നല്ല രീതിയിലുള്ള ഫീസ് ഈ പറയുന്ന പോസ്റ്റ് ബേസിക് നഴ്സിംഗിന് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ, അതായത് പ്രൈവറ്റ് കോളേജുകളിലേക്ക് പഠിക്കുകയാണെങ്കിൽ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഏകദേശം 1.5 ലക്ഷം രൂപ പെർ ഇയർ ഫീസായിട്ട് നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 വർഷത്തേക്ക് ഏകദേശം 3 ലക്ഷം രൂപ ഫീസും ബാക്കി നിങ്ങൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീസും എല്ലാം ആകുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം ചെലവുകൾ വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ മിക്കവാറും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ തന്നെ പ്രൈവറ്റ് കോളേജുകളിൽ പ്രിഫർ ചെയ്യാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് പോസ്റ്റ് ബേസിക് നഴ്സിംഗിന് സ്റ്റൈഫൻഡോടുകൂടി തന്നെ പഠിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പല ആൾക്കാരും ഇതിനെക്കുറിച്ചുള്ള വ്യക്തതയൊന്നും വരുത്തിയെന്ന് വരികയില്ല. നമുക്കറിയാം, ഒരു ജനറൽ നഴ്സിംഗ് പഠിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗിനെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ മാർച്ച് മാസത്തിൽ അതിന്റെ എക്സാംസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തേർഡ് ഇയറിന്റെ. അപ്പോൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കും ഈ വർഷം തന്നെ 2025 തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക്കിന് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരികയും ഏകദേശം ഒക്ടോബർ, നവംബർ മാസത്തിലേക്ക് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാനും ചില കോളേജുകളിൽ സ്റ്റൈഫൻ സ്കീമോടുകൂടി തന്നെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 15,000 രൂപ മന്ത്ലി സ്റ്റൈഫൻഡ് ലഭിച്ച് ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് പഠിച്ചു പോരാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ഏതെങ്കിലും കുട്ടികൾക്ക് സ്റ്റൈഫൻഡോടുകൂടി തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്റ്റൈഫൻഡ് വാങ്ങി ഈ പറഞ്ഞ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് ഇല്ലാതെ തന്നെ, അതായത് ഫ്രീ ആയിട്ട്, ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ ഡിപ്ലോമ കോഴ്സ് ഡിഗ്രി കോഴ്സായിട്ട് മാറും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം നമുക്കറിയാം, മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഡിഗ്രി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു BSc നഴ്സിംഗിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കും നമുക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് വഴി നമുക്ക് ലഭിക്കുക. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, BSc നഴ്സിംഗിന്റെ സർട്ടിഫിക്കറ്റിന് അത്രയും തന്നെ വാല്യൂ ഉണ്ടോ എന്നുള്ളത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പഠിച്ച് 2 വർഷത്തെ ഡിഗ്രി കോഴ്സ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു BSc നഴ്സിംഗ് 4 വർഷം കോഴ്സ് പഠിച്ച് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ തന്നെ വാല്യൂ ഉണ്ടെന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ഈ മുന്നോട്ട് MSc നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നിലവിലത്തെ സാഹചര്യത്തിൽ
ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം BSc നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം കഴിഞ്ഞതിന് ശേഷമാണ് മിക്കവാറും MSc നഴ്സിംഗിന് ജോയിൻ ചെയ്യാൻ സാധിക്കുക. പക്ഷേ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് MSc നഴ്സിംഗിലേക്കും വരാനുള്ള സാധ്യതകളുണ്ട്. നിരവധി ആൾക്കാർ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഉൾപ്പെടെ പല കോളേജുകളുടെയും പ്രിൻസിപ്പൽ ലെവലിലും അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരൊക്കെ തന്നെ ജനറൽ നഴ്സിംഗ് തുടങ്ങി പോസ്റ്റ് ബേസിക് MSc PhD വരെയുള്ള കോഴ്സുകളെല്ലാം ചെയ്ത് നല്ല ഉയർന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പം ജനറൽ നഴ്സിംഗ് ആണെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഡിമോട്ടിവേറ്റഡ് ആകേണ്ട. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രൊഫഷണൽ ഇംപ്രൂവ്മെന്റ്സ് വേണ്ടി ഉള്ള ഒത്തിരി പോസിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.